ആഭാരബദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഭാഗവതത്തിലെ സ്കന്ധം 5-ലും അധ്യായം 1-ലുമായ ഭരതചരിതമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഭരതചരിതം എന്ന് പറഞ്ഞാൽ ഭരതൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനാകും. എന്താണെന്ന് വെച്ചാൽ ഭരതൻ 4 പ്രാവശ്യം വരും. ഈ പേര് ഭരതൻ 4 പ്രാവശ്യമല്ല, ഭരതൻ എന്ന പേരിൽ ഉള്ള ആൾ 4 പ്രാവശ്യം വരും. അതുകൊണ്ട് കൺഫ്യൂഷനാണ്. 1, ദശരഥപുത്രനും ശ്രീരാമൻ്റെ അനുജനുമായ ഭരതൻ. 2, ശകുന്തളാപുത്രൻ ഭരതൻ. 3, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഭരതൻ. 4, ജഡഭരതൻ. ഇങ്ങനെ 4 പ്രാവശ്യം വരും. പക്ഷേ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തത് 2ഉം, അതായത് ദശരഥപുത്രനും ശകുന്തളപുത്രനും ത്രേതായുഗത്തിലാണ് വരുന്നത്. ഇത് കൃതായുഗത്തിലാണ് വരുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കൃതായുഗത്തിലാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും എത്രയോ മുമ്പാണ് ഈ ഭരതം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഇനി നമുക്ക് പറയാൻ പോകണം. പ്രിയവ്രതൻ, അതായത് ധ്രുവൻ്റെ വലിയച്ഛൻ്റെ പരമ്പരയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിലാണ് ഈ ഭരതൻ. പ്രിയവ്രതൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുത്രൻ അഗ്നീന്ദ്രൻ, അഗ്നീന്ദ്രൻ്റെ പുത്രൻ നാഭിയുടെ പുത്രൻ ഋഷഭൻ്റെ പുത്രൻ ഭരതൻ. അങ്ങനെയാണ് വരുന്നത്. അപ്പം 4ാമത്തെ തലമുറയിലുള്ള ഭരതനെയാണ് നാം പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ ഭരതൻ തൻ്റെ പൂർവികന്മാരെ പോലെ തന്നെ വളരെ നന്നായി രാജ്യം ഭരിച്ചിരുന്നു. വളരെ ഗംഭീരമായി, വളരെ നല്ല മനുഷ്യനായിരുന്നു, ശാന്ത ഗുണക്കാരനായിരുന്നു, ദാനധർമ്മങ്ങളിൽ ശ്രേഷ്ഠനായിരുന്നു. എല്ലാം കൊണ്ടും അദ്ദേഹം മഹാൻ എന്ന പേരിന് തുല്യനായിരുന്നു. അതിനെ അർഹിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഭാരതം എന്ന് വരുന്നത്. ഭാരതം എന്ന പേര് വരുന്നത് ആര്യാവൃതം എന്നായിരുന്നു അതുവരെ ഭാരതത്തിൻ്റെ പേര്. ആര്യാവൃതം. ഇദ്ദേഹത്തിൻ്റെ ശേഷമാണ് ഭാരതം എന്ന് പേര് വരുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ നന്മകളെ കാട്ടാൻ വേണ്ടി അങ്ങനെ ഭാരതം എന്ന് പേര്. അങ്ങനെ അദ്ദേഹം കുറേ കാലം വളരെ നന്നായി രാജ്യം ഭരിച്ചു. അതിനുശേഷം സ്വാഭാവികമായി വാനപ്രസ്ഥത്തിന് പോയി. അവിടെ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനത്ത് പോയി ഒരു ആശ്രമം കെട്ടി അവിടെ താമസം തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം അദ്ദേഹം ജ്ഞാനത്തിലിരിക്കുന്ന സമയത്ത് ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ടു. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഓടുന്നു നോക്കിയ സമയത്ത് എന്താണ്, ഒരു പൂർണ്ണ ഗർഭിണിയായ മാൻപേട നദിയിലേക്ക് എടുത്ത് ചാടുന്നതും സിംഹം അതിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പോകുന്ന ഇതുമാണ് കണ്ടത്. നിർഭാഗ്യവശാൽ ഈ സിംഹത്തിനെ പേടിച്ച് ആ മാൻപേട നദിയിൽ തന്നെ പ്രസവിച്ചു, അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ മാൻകുട്ടി ആ നദിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടം തോന്നി. ഉടനെ നദിയിൽ അദ്ദേഹവും ചാടി ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്ന് ആശ്രമത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഈ മാൻകുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് വളരെയധികം ഭക്ഷണങ്ങളെ കൊടുത്ത് വളരെയധികം സ്നേഹിച്ച്, അതായത് അദ്ദേഹത്തിന് പുറത്തു പോകുമ്പോഴും അകത്തു പോകുമ്പോഴും ജപിക്കുമ്പോഴും എല്ലാം ഈ മാൻകുഞ്ഞ് വേണമെന്നുള്ള ഒരു അവസ്ഥയായി തീർന്നു. അതിൻ്റെ ഫലമായി കാലക്രമേണ അദ്ദേഹം എന്ത് സംഭവിച്ചു, ഈ കുഞ്ഞിനോടുള്ള സ്നേഹം വർദ്ധിച്ചപ്പോൾ സ്വന്തം കർമ്മങ്ങൾ കുറേശ്ശെ മറന്നുപോയി. അതായത് ഋഷിമാർക്ക് ചില കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ടാവുമല്ലോ, അത് കുറേശ്ശെ മുഴുവൻ കളഞ്ഞില്ല, ഇതിനോടുള്ള സ്നേഹം. അങ്ങനെ വാർദ്ധക്യകാലമായ സമയത്ത് അദ്ദേഹം മരണശൈലിയിൽ കിടക്കുന്ന സമയത്ത് എപ്പോഴും ചിന്തിച്ചിരുന്നു, അയ്യോ ഞാൻ പോയി കഴിഞ്ഞാൽ ഈ മാൻപേടെ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ മാൻപേടയെ കണ്ട് ഇത് അടുത്ത് നിന്ന് കരയുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് നെഞ്ഞു പൊട്ടിപ്പോയി. ഈശ്വര, ഞാൻ മരിച്ചുപോയാൽ ഇത് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. എപ്പോഴും മനസ്സിൽ മാനിനെ വിചാരിച്ചിരുന്നതിൻ്റെ ഫലമായി അടുത്ത ജന്മത്തിൽ വീണ്ടും ഒരു മാനായി തന്നെ അദ്ദേഹം ജനിച്ചു. ആ മാൻ എന്ത് ചെയ്തു വെച്ചാൽ പുലസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കറങ്ങി. ഇത് കണ്ട സമയത്ത് പുലസ്ത്യ മഹർഷി എന്ത് ചെയ്തു, ആ മാൻപേടയെ എടുത്ത് തൻ്റെ ആശ്രമത്തിൽ വെച്ചു. ഇങ്ങനെ പഴയത് അദ്ദേഹം ചെയ്ത പോലെ തന്നെ ഇദ്ദേഹം എല്ലാം
ശുശ്രൂഷയും ഇതെല്ലാം ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഈ മാനിന് തോന്നി, എനിക്ക് പുനർജന്മം വേണം, എൻ്റെ പഴയ ജന്മം കിട്ടണം എന്ന് വിചാരിച്ച് നദിയിൽ വീണ് അങ്ങനെ മരിച്ചു. അതുകൊണ്ട് വീണ്ടും ജന്മമെടുത്തു. എങ്ങനെയാണ്? ഒരു അന്തണൻ, അതായത് ബ്രാഹ്മണൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഒരു പുത്രിയും ഒരു പുത്രനുമായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യയുണ്ട്. ആദ്യത്തെ ഭാര്യയിൽ 5 പുത്രന്മാർ, രണ്ടാമത്തെ ഭാര്യയിൽ ഒരു പുത്രനും ഒരു പുത്രിയും ഉണ്ടായി. ഈ പുത്രനാണ് ഭരതൻ. അതായത് പിന്നീട് പിൽക്കാലത്ത് ജഡഭരതൻ എന്ന പേര് കിട്ടിയ ഭരതൻ. ഇദ്ദേഹം ജനിച്ച മുതൽക്ക് തന്നെ സംസാരമില്ല. അപ്പോൾ ആദ്യം ഊമയാണ് ധരിച്ചു. എന്തെല്ലാമോ പരിഹാരക്രിയകൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു. അങ്ങനെ പല ഋഷീശ്വരന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന ബ്രാഹ്മണൻ പലതും ചെയ്തു നോക്കി, യാതൊരു ഫലവും കണ്ടില്ല. അപ്പോൾ അങ്ങനെ വിട്ടു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ സമയത്ത് ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. ഈ 5 കുട്ടികളെയും ഈ 2 കുട്ടികളെയും വിട്ടിട്ട് മരിച്ചുപോയി. ഈ 5 പുത്രന്മാരാകട്ടെ, ഇയാൾ അന്നും ഒന്നും സംസാരിക്കില്ല എന്ന് മാത്രമല്ല, എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടില്ല. എന്ത് കൊടുത്താലും, എന്ത് ആഹാരം കൊടുത്താലും കഴിക്കും. അങ്ങനെ ആയ സമയത്ത് ഒരു അസുര രാജാവ്, അസുരൊന്നും പറയാൻ പറ്റില്ല, ഒരു കാട്ടാളൻ രാജാവെന്ന് വെച്ചോളൂ, അദ്ദേഹത്തിന് പുത്രനില്ല, സന്താനങ്ങളില്ല. അപ്പോൾ ജ്യോത്സ്യന്മാരുടെ ഇത് അനുസരിച്ച് കേട്ട സമയത്ത് എന്ത് പറഞ്ഞു? നരബലി, ഭദ്രകാളിക്ക് നരബലി കൊടുത്താൽ സന്താനലബ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നരബലിക്ക് ആരെയാ ഇടുക? നരബലി പറഞ്ഞാൽ എന്താണ്? മനുഷ്യനെ കൊല്ലുക. ഇതിനാരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ ജഡഭരതനെ കണ്ടു. ഇദ്ദേഹം നല്ല ആരോഗ്യവാനായിരിക്കുന്നു, എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ രാജാവ് അയാളോട് ശിഷ്യന്മാരോട് പറഞ്ഞ് ഇവനെ പിടിച്ചുകൊണ്ട് കെട്ടിക്കൊണ്ടുപോകാം. ഇവനെ പിടിച്ച് കെട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ജ്യേഷ്ഠന്മാർ ഇതിനെ ആക്ഷേപിച്ചില്ല. കാരണം അവർക്ക് സന്തോഷമായി, ഈ സാധനം ഇവിടെ നിന്ന് പോയി കിട്ടിയല്ലോ. അവർ ഈ ജഡഭരതനെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു. ഒരുപാട് അവരുടെ കൃഷിഭൂമിയുടെ മാടത്തിൽ കാവൽ കിടത്തുക, പശുവിനെ മേയ്ക്കുക, ആടുകളെ മേയ്ക്കുക, അങ്ങനെ പലതും അങ്ങനെ ബുദ്ധിമുട്ടിച്ച് കിട്ടിയത് കൈ കൊടുക്കും, കിട്ടിയത് അയാൾ കൊടുക്കും, ആഹാരം കഴിക്കും. അതിന് യാതൊരു ആക്ഷേപവും പറയില്ല, ഒന്നും കൊടുത്തില്ലെങ്കിലും പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ സാധനം പോയി കിട്ടിയല്ലോ എന്ന് അവർ സന്തോഷിച്ചു. ജഡഭരനെ കെട്ടിക്കൊണ്ടുവന്നു. പൂജാകർമ്മങ്ങളെല്ലാം വൃത്തിയായി നടന്നു. ഹോമകുണ്ടങ്ങളെല്ലാം ഒരുക്കി. ഈ മനുഷ്യനെ വെട്ടുന്ന ആള്, ബലി കൊടുക്കുന്ന ആ ആചാര്യൻ കയ്യിൽ വാളുമേന്തി കല്ലിൽ ശിരസ് വെച്ചു ഇയാളുടെ. അപ്പോഴും ഇയാൾക്ക് യാതൊരു പ്രതികരണം ഉണ്ടായില്ല. തന്നെ കൊല്ലാൻ പോകുന്നുണ്ടല്ലോ, ഇതൊന്നും അറിയില്ല. ഒന്നും പ്രതികരണം അറിയില്ല എന്നല്ല, പ്രതികരണമില്ല. ഈ വാള ഓങ്ങി കഴുത്തിൽ വെട്ടാൻ ഓങ്ങിയ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈ തട്ടി തെറിച്ച് ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. നരബലി വേണ്ട എന്ന് പറഞ്ഞ് ഭദ്രകാളി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ രാജാവിനെയും ഇയാളെയും അവിടെയുള്ളവരെയൊക്കെ കൊന്നു. കാണികളൊക്കെ പേടിച്ചു വിറച്ചു. അപ്പോഴും ഈ ഭരതന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ വീണ്ടും മാടത്തിലേക്ക് വന്നു. കുറേ കാലം അങ്ങനെ ഇരുന്നു. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞു 5 പുത്രന്മാരാണ്. ഇത് ഒരു പുത്രിയുണ്ട്. ഈ ഒരു പുത്രിയുടെ സഹോദരനാണ് ഇദ്ദേഹം. ഇങ്ങനെ വന്നിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം സിന്ധു രാജാവ്, അതായത് സിന്ധു രാജ്യത്ത് ഭരിക്കുന്ന ആ രാജാവ്, അയാളുടെ പേര് രഘുവരൻ എന്ന സിന്ധു രാജാവ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് കപില മഹർഷി. അപ്പോൾ കപില മഹർഷിയെ കാണാൻ വേണ്ടിയിട്ട് പല്ലക്കിലെ പോവായിരുന്നു. പോണ സമയത്ത് എന്താ ചെയ്തത്? കുറേ ദൂരം സഞ്ചരിച്ച സമയത്ത്, അതായത് ഈ ഭരതൻ്റെ ഇതിൻ്റെ അടുത്ത് എത്തിയ സമയത്ത്, ഇയാൾ താമസിക്കുന്ന ഒരു ഗുഹ പോലെ ഒരു ഇതാണ് ഏട്ടന്മാർ കൊടുത്തിരിക്കുന്നത് അവിടെ കൃഷിസ്ഥലത്ത്. അവിടെ എത്തിയ സമയത്ത് ഈ പല്ലക്ക് ചുമക്കുന്നതിൽ ഒരാൾക്ക് ഭയങ്കര ക്ഷീണം തോന്നി.
അപ്പോൾ അവിടെ വെച്ചു. അപ്പോൾ ഇവർ അന്വേഷിക്കുക, ഇനി വേറെ ആരെയാണ് കിട്ടുക, ആരെങ്കിലും ഒരാളെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് ഈ ഭരതനെ കണ്ടു. ഭരതനെ കണ്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, വേഗം ഇയാളെ പിടിച്ച് ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞ് കുറേ നടന്ന സമയത്ത് ഇയാളെ ചീത്ത പറഞ്ഞു. പതുക്കെ ആയ സമയത്ത് ഇങ്ങനെയാണോ ചെയ്യുക, നീ ആരോഗ്യമുള്ളവനല്ലേ, ഇങ്ങനെയാണോ പല്ലക്ക് തൂക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് അത്ഭുതമാം വിധം പല്ലക്ക് താഴെ വെച്ച് ഇദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി സംസാരിച്ചു. എന്താ സംസാരിച്ചത്? അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, നിങ്ങൾ പല്ലക്കിലിരുന്ന് സുഖിക്കുന്ന സുഖം മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ, പല്ലക്ക് ചുമക്കുന്നതിൻ്റെ കഷ്ടമറിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു. അപ്പോൾ സിന്ധു രാജാവിന് മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ദൈവസൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം ചേർന്ന് അങ്ങനെ അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോയി എന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കണം, ആസ്വദിക്കണം. നമസ്കാരം.